ഇത് കണ്ടോ വിശ്വ? ഈ പോസ്റ്റർ കണ്ടോ? നമ്മുടെ സർക്കാരിൻ്റെ പെട്രോളിയം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ മഹാത്മാഗാന്ധിക്ക് മേലെ മറ്റ് ചില ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഗാന്ധിജി അതിനും താഴെയാണ്. ഗാന്ധിയൻ സോമശേഖരപ്പിള്ള വലിയ സങ്കടത്തോടെ വന്നാണ് കാണിച്ചത്. ഞാനും ഒന്ന് സൂക്ഷിച്ചു നോക്കി. എനിക്കങ്ങനെ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് കണ്ട് ഞാൻ ഞെട്ടിയില്ലെന്നുള്ളത് ശരി. ഇത് ഇന്നലെ പുറത്തിറങ്ങിയ ഭാരത സർക്കാരിൻ്റെ സ്വാതന്ത്ര്യദിന പരേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്ററാണ്. പോസ്റ്ററിനെ പറ്റി പറയുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെ പ്രധാന വിഷയങ്ങൾ ഒരു 10 മിനിറ്റിനകം നിങ്ങളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലെ നാം നമ്മുടെ ജന്മനാടിൻ്റെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയായിരുന്നു. ആ ആഘോഷവേളയിൽ ഭാരത സർക്കാരിൻ്റെ പെട്രോളിയം ഡിപ്പാർട്ട്മെൻറ്റ്, പെട്രോളിയം വകുപ്പ് ഒരു സ്വതന്ത്രദിന പോസ്റ്റർ പുറത്തുവിട്ടു. ആ പോസ്റ്ററിൽ ഭഗത് സിംഗിനും സുഭാഷ് ചന്ദ്രബോസിനും മഹാത്മാഗാന്ധിക്കും മേലെ സവർക്കറുടെ ഒരു ഫോട്ടോ വെച്ചാണ് പുറത്തിറക്കിയത്. അത്തരത്തിലൊരു പോസ്റ്ററാണ്. ഏറ്റവും മുകളിലായി വലിയ സവർക്കറിൻ്റെ ഫോട്ടോ, അതിന് താഴെ മഹാത്മാഗാന്ധി, അതിന് താഴെ സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും. ഇത് കണ്ട് രാജ്യം വലിയ ഞെട്ടലൊന്നും ഉണ്ടാക്കിയതായിട്ട് കണ്ടില്ല കേട്ടോ. അപൂർവം ചില കറകളഞ്ഞ ഗാന്ധിയന്മാരുടെ പ്രതിഷേധം നമ്മുടെ സോമശേഖരപ്പിള്ളയെല്ലാം പ്രതിഷേധിച്ചതുപോലെ തോന്നി. നേര് പറയണമല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറേ കാലത്തിന് ശേഷം നരേന്ദ്രമോദിയെ നേരിട്ട് വിമർശിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ RSS പ്രീണനത്തിൻ്റെ പേരിൽ സോമശേഖരപ്പിള്ള വലിയ സങ്കടത്തോടെ ഗാന്ധി ഭവൻ്റെ മാറാല പിടിച്ച ഇരുണ്ട മുറികളിലൊന്നിലേക്ക് കയറിപ്പോയി. വലിയ സങ്കടത്തോടെ ഈ സങ്കടക്കാഴ്ചയും കണ്ട് TV ഓൺ ചെയ്ത് ചെങ്കോട്ടയിലുള്ള സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ വാർത്തകൾ കാണാനായി ഇരുന്നു. പ്രധാനമന്ത്രിയുടെ 1 മണിക്കൂറിലേറെ നീണ്ടു നിന്ന പ്രസംഗം. ആ പ്രസംഗത്തിൽ ഒരിടത്ത് RSSനെ പുകഴ്ത്തി പറയുന്നതായി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. കാരണം അങ്ങനൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നുവല്ലോ, അങ്ങനൊരു കീഴ്വഴക്കവുമില്ല. പക്ഷേ അതിവിദഗ്ധമായി നമ്മുടെ പ്രധാനമന്ത്രി 12ാമത്തെ മറ്റോ സ്വാതന്ത്ര്യദിന പരേഡ് പ്രസംഗമാണ്. ഈ പ്രസംഗത്തിലാണ് നരേന്ദ്രമോദി അതിവിദഗ്ധമായി RSSനെ പ്രകീർത്തിച്ച് സംസാരിച്ചത്. എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി അത്തരത്തിലുള്ളൊരു പ്രസ്താവന ഈ സ്വതന്ത്രദിന പരേഡിൽ നടത്തിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും പെട്ടെന്ന് പിടികിട്ടിയില്ല കേട്ടോ. പിന്നീട് ആലോചിച്ചപ്പോഴാണ് പെട്രോളിയം മന്ത്രാലയത്തിന് നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ ഏക BJP MP സുരേഷ് ഗോപി സഹമന്ത്രിയാണ്. അതിൻ്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിലാണ് ഈ സോമശേഖരപ്പിള്ള എതിർപ്പ് പ്രകടിപ്പിച്ച പോസ്റ്ററും പുറത്തിറങ്ങിയിരിക്കുന്നത്. കേട്ട് വലിയ തോതിലൊരു ഞെട്ടലൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണമുണ്ട്. എൻ്റെ സുഹൃത്ത് തുളസീധരപ്പിള്ളയുണ്ട്. അദ്ദേഹം പഴയകാല ഒരു സംഘപ്രവർത്തകനാണ്. ഇപ്പോൾ അനാരോഗ്യം മൂലം അങ്ങനെ പ്രവർത്തനത്തിനൊന്നും പോകുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തികഞ്ഞ അച്ചടക്കമുള്ള ഒരു സംഘപ്രവർത്തകനെ പോലെയാണ്. നരേന്ദ്രമോദിയോടൊക്കെ കടുത്ത ആരാധനയാണ്. നേരത്തെ തന്നെ ഇതെല്ലാം നടക്കുമെന്നുള്ളൊരു സൂചന അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനതൊരു തമാശയായി മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. പക്ഷെ കാര്യത്തിൻ്റെ ഗൗരവം ഇപ്പോഴാണ് പിടികിട്ടിയത്. ഗാന്ധിജി എന്ന് കേട്ടാൽ തന്നെ തുളസീധരൻ പിള്ളയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കും. രാജ്യത്തെ വെട്ടിമുറിച്ചവൻ, രാജ്യത്തെ വിഭജിച്ചവൻ എന്നാണ് ഗാന്ധിജിയെ പറ്റി അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി രാജ്യത്തെ വെട്ടിമുറിച്ചു എന്ന ആക്ഷേപമാണ് ഈ തുളസീധരൻ പിള്ളയ്ക്കുള്ളത്. ഒരിക്കൽ ഞാൻ തുളസീധരൻ പിള്ളയെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു, സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്ന വ്യക്തിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്തിനാണ് ജയിലിൽ പോയത് എന്ന് നിങ്ങൾക്കറിയൂ എന്നുള്ള മറുചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അതിന് തർക്കിച്ചിട്ട് തുളസീധരൻ പിള്ളയോട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തർക്കിക്കാനൊന്നും പോകാറില്ല. അങ്ങനെ തർക്കിച്ച് മൂപ്പരെ തോൽപ്പിക്കാനുമാവില്ല. പക്ഷേ രാഷ്ട്രീയം തീരെ പിടിക്കാത്തൊരു സുഹൃത്തുണ്ട് ഞങ്ങൾക്ക് കോമണായി, ജോസഫേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ട് വളരെ ദീർഘനാൾ കോൺഗ്രസ്സാണ് ഇവിടെ ഭരിച്ചിരുന്നത്. കോൺഗ്രസ്സുകാരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേതാക്കന്മാരെയെല്ലാം പുകഴ്ത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത്. ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ,
അങ്ങനെ തുടങ്ങി എല്ലാവരെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയെല്ലാം പടം വെച്ചും അവരുടെ എല്ലാം പടം വെച്ചും മറ്റുമൊക്കെയാണ് ഇത്രയും കാലം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അതിപ്പോൾ സഹിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു തക്കം പാർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി ഒരു അവസരം കിട്ടിയപ്പോൾ BJP അവരുടെ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. ഇവർ വരുമ്പോൾ BJP വരുമ്പോൾ അത് തന്നെയാണ് നടക്കുക. അത് അവരുടെ താല്പര്യമാണ്, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്. അതവർ പുറത്തു കാട്ടും. നാളെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നതെങ്കിൽ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും പടങ്ങൾ ഇവിടെ ഉയരും, പ്രതിമകൾ ഉയരും. അത് സ്വാഭാവികം. അവരവിടെ നിന്ന് നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം പുറത്താക്കി കഴിഞ്ഞപ്പോൾ, ഭരണത്തിൽ നിന്നെല്ലാം പുറത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ, തൂത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും എല്ലാം പ്രതിമകൾ തല്ലിത്തകർത്തില്ലേ ജനം? അതുപോലെയാണ് ഇവിടെയും തല്ലിത്തകർക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഗാന്ധിജി അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിലോ അല്ലെങ്കിൽ ഇനി വരുന്ന 3-4 വർഷം കഴിയുമ്പോൾ ഗാന്ധിജിയും താഴെ പോവും, അപ്രസക്തമാകും. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗുമെല്ലാം അടിയിലായി പോവും. നെഹ്റു ഇപ്പോൾ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു. എവിടെയും നെഹ്റുവിനെ കാണിക്കുന്നില്ല. ഇനി ആകെ ബാക്കിയുള്ളത് ഈ 1-2 പേരാണ്. അവരും കൂടെ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവരാണെങ്കിൽ സവർക്കറിനെ പോലുള്ളവർ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത്തരം ബിംബങ്ങൾ ഇവിടെ പുനഃസൃഷ്ടിക്കപ്പെടും. അതവരുടെ ലക്ഷ്യമാണ്, അത് ആ പാർട്ടിയുടെ ഒരു അജണ്ടയാണ്. അതിവിടെ നടപ്പിലാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുമെന്നുള്ളതാണ് തുളസീധരൻ പിള്ള പറഞ്ഞു വയ്ക്കുന്നത്. അത് തന്നെയാണ് നടക്കുക എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്ന കാര്യമാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്കും ചില അഭിപ്രായങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. അത് നല്ല സഭ്യമായ ഭാഷയിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. കാരണം ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും സോഷ്യലിസവും എല്ലാം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ്. അത് തകർക്കപ്പെട്ടാൽ ഇന്ത്യയുടെ ആത്മാവ് തകർക്കപ്പെടുന്നത് പോലെയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ ചങ്ങമ്പുഴയുടെ 2 വരികളാണ് ഓർമ്മ വരുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ നിർത്താമെന്ന് തോന്നുന്നു. കാലമീ മട്ടും കടന്നു പോകും, കാണുന്നതോരോന്നും അകന്നു പോകും. ഇത് മാത്രമാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി ഒരു വാൽക്കഷ്ണം പോലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അത് മറ്റൊന്നുമല്ല, 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടത്രേ. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടീഷുകാരെ ഭയന്നാണെന്ന് പോലും. അത് ഒരു തെറ്റ് പറ്റിയതാണെന്ന് ഞാൻ കരുതുന്നില്ല. മനഃപൂർവ്വമുള്ള തെറ്റ് തന്നെയാണ്. അത് വേണമെന്ന് ഉദ്ദേശിച്ച് തന്നെ ചെയ്തതാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസും പതിയെ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി നമുക്കതിനെ എടുക്കാമെന്ന് കരുതാം. അധികാരത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി വൈകാരികമായ ബിംബവൽക്കരണത്തിലൂടെയാണ്. ആ ബിംബങ്ങളെ അങ്ങ് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, അവരെ ആരാധിച്ചു കഴിഞ്ഞാൽ, അവരോടുള്ള ആരാധന മൂത്തു കഴിഞ്ഞാൽ പിന്നെ എളുപ്പ വഴിയായി. അധികാരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എല്ലാവർക്കും നടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഈ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കലാണ്. അത് തന്നെയാണ് ഇന്നലകളിൽ നടന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നാളെ നടക്കാൻ പോകുന്നതും. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.